തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ശരീരത്തിൽ 4 ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത്. ഇടതുനെറ്റിയിൽ വലിയ ചതവുണ്ട്. മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു 3 ചതവുകളുമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിലിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. ശിവന് കൈലാസമതാ ഈ സത്യസന്ധത മാത്രം അതും ബാക്കില് ഒരിക്കലും ഒരു കൊതു കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. മുഖത്തൊരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. സംശയമൊന്നുമില്ലല്ലേ? എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ കൊല്ലുമായിരുന്നു. ഈശ്വരന്റെ മുമ്പ് ഒരിക്കലും ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അല്ല, അത് ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും പറയരുത്. പരിപാടിയാണ്. ആരാ പറഞ്ഞ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറവ് മുറിക്കുന്ന ആളാണ്, തോളിലെടുക്കുന്ന ആളാണ്. ഈ മരം തടിയെടുത്ത് ചുമന്ന് ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദുധർമ്മം, സനാതനധർമ്മം നിലനിർത്തി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് തന്നെ കിട്ടും. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തൊരു വരില്ല. അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവസാനമായിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രകടമായ ഇഷ്ടം കൈലാസം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. എല്ലാരെ കൊണ്ടും സമാധിയാകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ ഈ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളികൾ ഉണ്ടാകുന്ന മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുകളും ഒക്കെ ഇല്ലാത്ത എന്തിനാണ് പറയണത്? ഞങ്ങളല്ല പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.